മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻസും സെക്കൻഡറി ഇൻസ്ട്രുമെൻസും. ഓക്കെ, അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻസ് ആണ്. അതിന് പിന്നെ കാലിബ്രേഷൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ, റെയ്ലീസ് കറണ്ട് ബാലൻസ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക, ചിലപ്പം ഓൺവേർഡിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സെക്കൻഡറി ഇൻസ്ട്രുമെൻസ് എന്ന് പറയുമ്പം ഈ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീറ്റേഴ്സാണ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. കാലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ ശരിയാണോ അതിൻ്റെ റീഡിങ്സിന് നമ്മൾ വേറൊരു റീഡിങ്സുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യത്തില്ലേ, ഒത്തു നോക്കത്തില്ലേ, അതിനെയാണ് ഈ പറഞ്ഞ കാലിബ്രേഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒന്നുകിൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ഈ പറഞ്ഞ അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് ഉള്ള റീഡിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാലിബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത വേറൊരു മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, പുതിയൊരു മീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. അത് നമ്മുടെ വോൾട്ട്മീറ്ററും അമ്മീറ്ററും എല്ലാം ഈ പറഞ്ഞ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സോ കൺസ്ട്രക്റ്റഡ് ദാറ്റ് quantity being measured can only be measured by observing the output indicated by the instrument. These instruments are calibrated by comparison. ഈ സെക്കൻഡ് പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. These instruments are calibrated by comparison with an absolute instrument or another secondary instrument which has already been calibrated against an absolute instrument. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷാണ്, പരിഭാഷയാണ് ഇവ കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡറി ഇൻസ്ട്രുമെൻസിനെ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് റീഡിങ്ങിനെ നമുക്ക് അപ്പം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് പോയിൻ്റർ ഈസ് നോൺ ആസ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ വോൾട്ട്മീറ്ററും അമ്മീറ്ററും വാട്ട്മീറ്ററും എല്ലാം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, റീഡിങ്സിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഏതൊക്കെയാണ്, ദോസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഗീവ് എ കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് വേരിയേഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ആർ കാൾഡ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എക്സാമ്പിൾ റെക്കോർഡിംഗ് വോൾട്ട്മീറ്റേഴ്സ്, റെക്കോർഡിംഗ് അമ്മീറ്റേഴ്സ്, ഓക്കെ, ECG, അങ്ങനെയൊക്കെയുള്ളതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ എന്താ, ഒരു ടൈമിലുള്ള, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എനർജി മീറ്റർ അല്ലേ, ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ റീഡിംഗ് എല്ലാം കൂടി വെച്ചിട്ടാണ് നമുക്ക് അവസാനം എന്താ മറ്റേ ബില്ല് വരുന്നത് അല്ലേ. അങ്ങനെയുള്ള മീറ്റേഴ്സാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കേട്ടോ. ദോസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് മെഷർ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക്കൽ എനർജി ഇൻ എ ഗിവൺ ടൈം ആർ കാൾഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എക്സാമ്പിൾ ആംപിയർ അവർ മീറ്റർ, വാട്ട് അവർ മീറ്റർ. അപ്പോൾ അത്രയാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഈ പറഞ്ഞ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേ, അതായത് നമ്മൾ പറഞ്ഞ വോൾട്ട്മീറ്റർ, അമ്മീറ്റർ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന അപ്പം തന്നെ ഉള്ള റീഡിങ്സ് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, എസെൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിനകത്തുള്ള ആ പോയിൻ്റർ മൂവ് ചെയ്യാൻ വേണ്ടി, അതായത് 0 പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടോർക്കാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇൻസ്ട്രുമെൻറ്റ് ടു മൂവ് ഫ്രം ഇറ്റ്സ് 0 പൊസിഷൻ when the instrument is connected to an electrical circuit to measure electrical quantity. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ 0 പൊസിഷനിൽ നിന്ന് അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോർക്കാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇനി കൺട്രോളിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ എന്താ, ഈ മൂവ് ചെയ്ത് പോകണം അല്ലേ, മൂവ് ചെയ്ത ആ പോയിൻ്റർ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഫൈനൽ ക്വാണ്ടിറ്റി വരെ എത്തി. ഇനി ആ ഇലക്ട്രിക്കൽ നമ്മളിപ്പോൾ എന്താണോ മെഷർ ചെയ്തത്, ഇപ്പോൾ നമ്മൾ കറണ്ടാണ് മെഷർ ചെയ്തതെങ്കിൽ അപ്പോൾ എന്താ, സർക്യൂട്ടുമായിട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 0യിൽ നിന്ന് ഒരു 7 ആംപിയർ വരെ എത്തി എന്ന് വെച്ചോ. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് തിരിച്ച് 0 പൊസിഷനിലോട്ട് പോകണം അല്ലേ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം വുഡ് ബി ഇൻഡെഫിനിറ്റ് ഇഫ് ദർ വെയർ നോ കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിരിക്കും ആ റീഡിങ് എന്ന് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക് ദ പോയിൻ്റർ ഓൺസ് ഡിഫ്ലക്റ്റഡ് വുഡ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് 0 പൊസിഷൻ ഓൺ റിമൂവിങ് ദി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇപ്പം ഡിഫ്ലക്റ്റ് ചെയ്തു, നമ്മുടെ മീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പോൾ 7 ആംപിയറിൽ നിന്നിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ആ കറണ്ട് പോകുന്ന സമയത്ത് തിരിച്ച് 0യിലോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, ഇനി ഈ പറഞ്ഞ
കൺട്രോളിങ് ടോർക്ക് നമുക്ക് രണ്ട് രീതിയിലാണ് ഉള്ളത്. രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. സ്പ്രിംഗ് കൺട്രോൾ വഴിയും ഗ്രാവിറ്റി കൺട്രോൾ വഴിയും. അതിനു മുമ്പ് ഡാമ്പിംഗ് ടോർക്ക് എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഒരു ടോർക്ക് കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഓസിലേഷൻസ് ഇപ്പം ഒരു പോയിന്റിൽ നിന്ന് 0യിൽ നിന്ന് അത് 7 ആംപിയറിൽ എത്തിയിട്ട് 7 ആംപിയറിൽ എന്ത് ചെയ്യും, പോയിൻ്റർ കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റീഡിങ് കറക്റ്റ് ആവില്ല അല്ലേ. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കണം, ഓസിലേറ്റ് ചെയ്യാതെ റീഡിങ് അവിടെ തന്നെ നിൽക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാമ്പിംഗ് ടോർക്ക് വേണം. ഓക്കെ, ഡാമ്പിംഗ് ടോർക്ക് ഈസ് നെസസറി ടു അവോയ്ഡ് ഓസിലേഷൻസ് ഓഫ് ദി മൂവിങ് സിസ്റ്റം അബൌട്ട് ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് ദി മൂവിങ് പാർട്സ് ആൻഡ് ടു ബ്രിങ് ദ മൂവിങ് സിസ്റ്റം ടു റെസ്റ്റ് in its final deflected position quickly. ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒരു ചെറുതായിട്ട് ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഡാമ്പിംഗ് ടോർക്ക് ആക്ട്സ് ഓൺ ദി മൂവിങ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓൺലി വെൻ ഇറ്റ്സ് മൂവിങ് ആൻഡ് ഓൾവേസ് ഓപ്പോസിറ്റ്സ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചുരുക്കി എഴുതാം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഓസിലേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് ഈസ് നെസസറി ടു അവോയ്ഡ് ഓസിലേഷൻസ് ഓഫ് ദി മൂവിങ് സിസ്റ്റം, അത്ര എഴുതുക. എന്നിട്ട് ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്, മൂവിങ് സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഓൺലി വെൻ ഇറ്റ് ഈസ് മൂവ് ചെയ്യുന്ന സമയത്താണ് ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്, അത്ര മതി. ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ഇറ്റ്സ് മോഷൻ, അത്ര എഴുതുക. ഓക്കെ, ഡാമ്പിംഗ് ടോർക്ക് ഈസ് നെസസറി ടു അവോയ്ഡ് ഓസിലേഷൻസ് ഓഫ് ദി മൂവിങ് സിസ്റ്റം. ഡാമ്പിംഗ് ടോർക്ക് ആക്ട്സ് ഓൺ ദി മൂവിങ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് മൂവിങ് ആൻഡ് ഓൾവേസ് ഒപ്പോസസ് ഇറ്റ്സ് മോഷൻ. ഓക്കെ, ഇനി ഡാമ്പിംഗ് ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് 3 രീതിയിലാണ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, എഡി കറൻറ്റ് ഡാമ്പിങ്. ഓക്കെ.